എല്ലാവർക്കും കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ളത് കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ സന്തോഷ് ഏട്ടനാണ്. സന്തോഷ് ഏട്ടാ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുഭവം പറയാം. അവൻ എപ്പോഴും എന്നോട് പരാതി പറയുകയാണ്. അവന് വീട്ടിലൊരു സ്വാതന്ത്ര്യവും കിട്ടുന്നില്ല, ഒന്നും ചെയ്യാനും മാതാപിതാക്കളെ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവനൊരു സ്വാതന്ത്ര്യവുമില്ല. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകാൻ തന്നെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇന്ന് സാധാരണയായി നമ്മൾ കാണുന്നില്ലേ? കുറേ കുട്ടികളെ ഇങ്ങനെ കാണാറുണ്ട്. അവർ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്തിനാ സ്വാതന്ത്ര്യമില്ലെന്ന് ചോദിച്ചാൽ കൃത്യ ഉത്തരമില്ല. പിന്നെ പറയുന്നറിയാവോ, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇഷ്ടപ്പെട്ട സിനിമകളെല്ലാം പോകണം, അത് മമ്മിയും പപ്പായും വിടുന്നില്ല. ഇവന് 14 വയസ്സേ ഉള്ളൂ. ഇവൻ്റെ ആഗ്രഹം കാർ ഓടിക്കണം, ബൈക്ക് ഓടിക്കണം. അതിന് മമ്മിയും പപ്പായും അനുവദിക്കുന്നില്ല. എന്നിട്ട് ഇത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യരുതെന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന കുട്ടിയോട് ചോദിക്കുകയാണ്, അവന് പഠിക്കാൻ സ്വാതന്ത്ര്യക്കുറവില്ല, അമ്മ ആരും ഒന്നും പറയുന്നില്ല, എല്ലാവരും സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ അവൻ്റെ ചില ഇഷ്ടങ്ങൾ നടക്കുന്നില്ലെന്നുള്ള. ഇത് പറഞ്ഞപ്പോൾ മിക്ക കുട്ടികളും അടുത്ത നാളിൽ ഒരു മമ്മിയും പപ്പായും ധ്യാനത്തിനല്ല പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവനാകപ്പാടെ നമ്മളോട് സംസാരിക്കുമ്പോഴും വയലൻ്റായിട്ടാണ്. മമ്മി ശരിയല്ല, പപ്പ ശരിയല്ല, ഒട്ടും സ്വാതന്ത്ര്യം തരുന്നില്ല, അടിമയാക്കുകയാണ്, എന്നെയൊന്നും അടിമയാക്കാൻ കിട്ടത്തില്ല, ഞാൻ എവിടെയാണെന്നാ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഇവൻ്റെ സംസാര ശൈലി തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടിയോട് ശാന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു, നിനക്ക് എന്താ സ്വാതന്ത്ര്യമില്ലാത്തത്? അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ്. മിക്ക ദിവസവും സിനിമ കാണാൻ മമ്മിയും പപ്പായും അനുവദിക്കുന്നില്ല. പിന്നെ കൂട്ടുകാരുടെ കൂടെ ട്യൂഷന് പോകും. ട്യൂഷൻ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. ഇന്ന സമയത്ത് വീട്ടിൽ വരെന്നുള്ളത് അവന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ പറയും, ഞാൻ ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞത് നിങ്ങൾക്ക് എന്നാ കുഴപ്പം? അവൻ അപ്പനും അമ്മയും കയറി അമ്മയെന്നൊന്നുമല്ല, നിങ്ങളെന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ആകപ്പാട് നമ്മളല്ലേ ഈ വയലൻ്റ് നേച്ചർ എന്ന് പറയല്ലേ കാണിക്കുക. അപ്പം ഇതിന് അവൻ പറഞ്ഞു, ഞാൻ പപ്പായും മമ്മിയെ എന്ത് ചെയ്യുന്നു കാണിച്ചു തരാം, ഞാൻ തോന്നിയ പോലെ ജീവിക്കും, നിങ്ങളെന്നെ എന്നോട് ചെയ്യട്ടെ, എനിക്കെൻ്റെ നമ്മൾ ദൂർദൂത്തൻ്റെ കഥ പറഞ്ഞ പോലെ വീതം തന്നേക്കുക, ഞാൻ പൊക്കോളാം. അപ്പം ഞങ്ങൾ ഈ കുട്ടിയെ വ്യക്തികളെ സംസാരിച്ച് വാസ്തവത്തിൽ ഈ കുട്ടി നല്ലൊരു കുട്ടിയാണ്. ഇവൻ്റെ കൂട്ടുകാരാണ് ഇവനെ എന്ത് ചെയ്യുന്നു പ്രഷർ വരുത്തുന്നത്. ഇവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ്, ഒരു വീട്ടിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ വീട്ടിൽ അവന് അപ്പനില്ല, അമ്മയേ ഉള്ളൂ. അപ്പനും അമ്മയായിട്ട് ഡൈവേഴ്സ് ആയിട്ട് മാറുക. അവനാണ് വീട് ഭരിക്കുന്നത്, അവനാണ് അമ്മയെ വരച്ചവരെ നിർത്തിയിരിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം, തോന്നുമ്പോൾ വീട്ടിൽ ചെല്ലുന്നത്. അതുവരെയും കൂട്ടുപണി ആർക്ക് വേണം? ഇവൻ വേണം. അപ്പോൾ അവൻ പറയുന്നത് എന്താ, ഉണ്ടോ എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, നിൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. അവൻ്റെ പപ്പ വേറെ വിട്ടുപോയി, മമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ. മമ്മി പാവം ഒരു മമ്മിയെ ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. അവനാണ് ഇവനെ ഗൈഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇവനോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കുറേ നേരം പ്രാർത്ഥിച്ചു. ഇവനെ ഇനി നേരിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനോട് പറഞ്ഞു, ശരി നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, നീ ഒരു കാര്യം ചെയ്യുക, ഒരാഴ്ച ധ്യാനം കൂടാൻ വരും ക്രിസ്ത്യൻ ധ്യാനത്തിന്. അവൻ ചോദിച്ചു, ഞാൻ ധ്യാനം കൂടിയാൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചു. ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരി നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, നീ ഒരു കാര്യം ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ധ്യാനത്തിനായിട്ട് വന്നു. ധ്യാനത്തിന് വന്ന് നമ്മൾ കയറ്റി ഈശോയുടെ കൃപയാൽ വചനം കേൾക്കാൻ തുടങ്ങി. വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവനെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. കാരണം അവനോട് ഈശോയുടെ വചനം അവന് കേട്ട് മനസ്സിലായി, തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണം, മമ്മിയും പപ്പായെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ധ്യാനത്തിനിടയിൽ ഈ വചനമെല്ലാം കുറച്ച് കേട്ട് കഴിയുമ്പോൾ അവനോട് ഒരിക്കൽ കൂടി ഇങ്ങനെ സംസാരിക്കാതെ വന്നു. അവന് പല സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി വചനത്തെക്കുറിച്ച്. ദൈവം എന്താ ആഗ്രഹിക്കുന്നു. അവൻ ദൈവോന്മുഖമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന് സത്യം മനസ്സിലായത്, തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പപ്പായില്ല, മമ്മിക്കാണ് ഇവനെ പേടിയാണ്. അവനെന്ത് ചെയ്യുന്നു, കൂട്ടുകാരൻ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അവന് തിന്മ ചെയ്യാൻ കൂട്ടായിട്ടാണ് തൻ്റെ കൂട്ടുകാരൻ തന്നെ കാണുന്നത്. അത് തിരിച്ചറിഞ്ഞു. ഇവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായി. പ്രാർത്ഥിച്ചു, നല്ലൊരു കുമ്പസാരം നടത്തി, ദൈവത്തിൻ്റെ കൃപയായിട്ട് അനുഗ്രഹം കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആ ധ്യാനം തീരുന്നതിന് മുമ്പ് വീണ്ടും അവനെ കാണാൻ നമ്മൾ പറയില്ല, ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കണം, എനിക്കെൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കണം.
അതുകൊണ്ട് അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേറൊരാളെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ അന്നാണ് മനസ്സിലായത് ഒരു കുട്ടിയുടെ ഹൃദയത്തിലോട്ട് ദൈവവചനം കടന്നു ചെന്നപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു? വചനം രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് ദൈവകൃപയാൽ ആ കുഞ്ഞെന്ത് ചെയ്യുന്നു? മമ്മിയും പപ്പായെയും പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് അനുസരിച്ചുകൊണ്ട് പഠിത്തത്തെ നന്നായിട്ട് പഠിക്കുന്നു, തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നു. ഇന്ന് പല കുട്ടികൾക്കുള്ളതാണ് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. പക്ഷേ ഇതിന് ദൈവം നമുക്ക് വലിയൊരു മാതൃക തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈശോ തന്നെയാണ്. ഈശോയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിന് 52-ാമത്തെ വാക്യമുണ്ട്. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇത് ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു വരുന്നു, മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരാൻ പറ്റുന്നു. ഇത് രണ്ടും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് അങ്ങനെ സാധിച്ചെന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം 51-ാമത്തെ വാക്യമുണ്ട്, വായിക്കാം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്നു, അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജെറുസലേം ദേവാലയത്തിൽ വെച്ച് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ യേശു ദൈവമായിരിക്കെ തന്നെ യേശുവിൻ്റെ ചെയ്തു മാതാപിതാക്കളുടെ കൂടെ പുറപ്പെട്ട് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വിധേയപ്പെട്ട് ജീവിച്ചു. ആ വിധേയപ്പെട്ട ജീവിത ശൈലിയാണ് ഈശോയെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനായിട്ട് സാധിച്ചത്. ഈശോയിൽ പ്രകടമായി കണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിൻ്റെ അനുസരണം. ദൈവത്തെ അനുസരിക്കുന്നു, തൻ്റെ ഈ ഭൂമിയിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പലപ്പോഴും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മാതാപിതാക്കൾക്ക് പറയുന്ന എല്ലാം കേട്ട് നന്നായി ജീവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഒരു പരിധി വരെയും ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ ബാക്കിയുള്ളൊരു കൂട്ടത്തിൽ കൂട്ടുന്നില്ല, അവനെ വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു രീതിയിലേക്ക്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം എന്നെ അകറ്റി നിർത്തുന്ന അങ്ങനെ ഒരു ചിന്ത അവർക്ക് കിട്ടുകയാണ്. പക്ഷെ ബൈബിളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ശാശ്വതമായ ഒരു വ്യക്തിക്ക് നന്മയും ഉയർച്ചയും ഉണ്ടാകുന്നത് അപ്പനോടും അമ്മയോടും ചേർന്ന് നിൽക്കുന്നത്. കാരണം ബൈബിളിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചെല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ എപ്രകാരം ഇതുവരെയും അപ്പൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. വാസ്തവത്തിൽ നമ്മളെ കൂട്ടുകാർ മമ്മിയുടെയും പപ്പായുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? മൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ബൈബിൾ ഭാഗം വായിച്ചപ്പോഴാണ് പറഞ്ഞത്, അവൻ പറഞ്ഞു, പിന്നീട് അവൻ പറഞ്ഞാണ്, ഒരു കാലത്ത് ഇവൻ ചിന്തിച്ചതെന്നറിയാവോ? അപ്പനെ അമ്മയെ അനുസരിക്കുന്ന അടിമത്തമായിട്ടാണ്. എന്നാൽ അവൻ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പനെ അമ്മയെ അനുസരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, യേശു ദൈവമാണ്. മാതാവ് യോസേപ്പിതാവ് ആരാ? മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയെ സൃഷ്ടാവ് എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. സൃഷ്ടിയെ സൃഷ്ടാവ്. അപ്പോൾ ഇവരെ സൃഷ്ടിച്ചത്, മാതാവിനെ യോസേപ്പിതാവിനെ സൃഷ്ടിച്ച ദൈവമാണ്. അതേ ദൈവം തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് ആര്? യേശു ക്രിസ്തു. അപ്പോൾ ഈ യേശു എന്തനുസരിക്കുന്നു? മാതാപിതാക്കളെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൽ പ്രകടമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാത്താന് യേശുവിൻ്റെ മേലെ പല പ്രലോഭനങ്ങളും കൊണ്ടുവന്നെങ്കിലും അതിലൊന്നും വീഴാതെ യേശുവിൽ നിൽക്കാൻ സാധിച്ച ഒരേ ഒരു കാരണമുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. പിതാവായ ദൈവത്തിന് പൂർണ്ണമായിട്ട് യേശു അനുസരിച്ചു. അപ്പോൾ നമുക്ക് അനുസരിക്കാനുള്ള ദൈവകൃപ യേശു നമുക്ക് തരും വാസ്തവത്തിൽ ചോദിച്ചാൽ. അപ്പം അനുസരണം ഒരിക്കലും അടിമത്തമല്ല. വാസ്തവത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഓരോ കുഞ്ഞിനും
ആ ഓരോ അനുസരണത്തിൻ്റെ പുറകിലും ഒരു അനുഗ്രഹം പറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ കുട്ടികളെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് ചിലപ്പോഴൊക്കെ ഈ കൗമാരപ്രായത്തിലൊക്കെ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അവർ പറയുന്നത് നമ്മുടെ നന്മയ്ക്കാണ് എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ടല്ലേ? തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ടാണ് അനുസരിക്കാതെ. ഉദാഹരണമായിട്ട് മമ്മി പറയുന്നത് പഠിക്കാനായിട്ട് പുസ്തകം എടുത്ത് വായിക്കാൻ പറയുന്നു. അപ്പം നമ്മൾ വാസ്തവത്തിൽ എന്താ, നമ്മളോട് മാധ്യമങ്ങളല്ലേ പറയുന്നു, നീ ഇപ്പോൾ പഠിക്കേണ്ട, വന്ന് ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പറയുന്നു. ശാശ്വതം നന്മ നോക്കുമ്പോൾ ആരെയാ? മമ്മിയുടെയാ. മമ്മി പറയുന്നതാണ് പഠിച്ചാൽ നിനക്ക് ഭാവിയുണ്ട്. മറ്റുള്ളവർ പറയുമ്പോൾ എന്താ, അന്നേരമുള്ള നന്മയേ ഉള്ളൂ. ഇപ്പം നീ കണ്ടില്ലെങ്കിൽ നിനക്ക് സിനിമ കാണാൻ പറ്റിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത് കാണാൻ വിളിക്കുന്നു. പക്ഷെ ആ സന്തോഷം അവിടെ കൊണ്ട് തീരുക. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യുന്നു? ശാശ്വതമായി സന്തോഷിക്കുവാൻ കേട്ടവരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെയാണ് പേടി. ഇപ്പം എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നാളെ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന കുട്ടികളെ എനിക്കറിയാം. അങ്ങനെ ഭീഷണിപ്പെടുത്തി അവരെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് ഉപദേശമാണ് നൽകുക? വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു കുട്ടി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ എന്തേനോ ഞാൻ മരിക്കുമെന്നൊക്കെ പറയുന്ന നേച്ചറുണ്ടല്ലോ, അത് വാസ്തവത്തിൽ മമ്മിയും പപ്പായും ഭയപ്പെടുത്തി തൻ്റെതായ കാര്യങ്ങൾ സ്വാധീനിക്കുകയാണ്. ആക്ച്വലി അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നവരുടെ ഹിസ്റ്ററി പിന്നീട് പരിശോധിച്ചാൽ കാണാം, അതെല്ലാം എന്ത് ചെയ്യുന്നു? അനർത്ഥത്തിലേക്കും അപകടങ്ങളിലേക്കാണ് നയിച്ചിട്ടുള്ളത്. പക്ഷേ ബൈബിളിൽ നമുക്ക് കൃത്യമെന്ന് അറിയാവോ, മാതാപിതാക്കൾ അനുസരിക്കുന്ന ഒരിക്കലും അടിമത്തമല്ല, മറിച്ച് അത് അനുഗ്രഹം പറഞ്ഞു കിടപ്പുണ്ടെന്നാണ്. ഈ പഴയ നിയമത്തിലെ ഒരു സംഭവം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 1 സാമുവേലിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൽ, 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അവിടെ സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. നോക്കണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴുതകളെ നഷ്ടമായി, പിതാവിൻ്റെ കഴുതകളെ. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? മകനോട് പറയുകയാണ്, 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു ഭൃത്യനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. ഉണ്ട്. അപ്പം പറഞ്ഞു, മകനെ, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഴുതകൾ നഷ്ടമായി, നീ എന്ത് ചെയ്യണം? ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് കഴുതകളെ അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് തന്നെ ആര് പുറപ്പെടുന്നു? കിഷിൻ്റെ മകനായ സാവൂൾ പുറപ്പെടുകയാണ്. ആ പുറപ്പെടിയിലാണ് പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവൻ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അവനും അവൻ്റെ വേലക്കാരനോടെ കൂടി എന്ത് ചെയ്തു? കഴുതകൾ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഭൃത്യം പറഞ്ഞു, സാമുവേൽ എന്നൊരു പുരോഹിതനുണ്ട്, അദ്ദേഹത്തിനടുത്ത് ചെന്നാൽ ഒരുപക്ഷെ നിനക്ക് കഴുതകളെ കിട്ടുമെന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം, സ്വന്തം അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ച് പോവാണ്. കഴുത അന്വേഷിക്കാൻ കാരണം എന്താ? സാവൂൾ ആരെ അനുസരിച്ചു? അപ്പനെ അനുസരിച്ചു. അപ്പനെ അനുസരിച്ച് പുറപ്പെടുമ്പോൾ ബൈബിൾ പറയുന്നുണ്ട്, 9-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കാം. സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമുവേലിന് വെളിപ്പെട്ടിരുന്നു. നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. കണ്ടോ, 24 മണിക്കൂർ മുമ്പ് ദൈവം സാമുവേലിനോട് പറഞ്ഞു, നാളെ ഈ സമയത്ത് നിൻ്റെ അടുക്ക് ഒരാളെ ഞാൻ അയക്കും. അവനെ നീ എന്ത് ചെയ്യണം? ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കുക, ഇവൻ പുറപ്പെടുന്ന സമയം ഇവനോട് പറയുന്നത് എന്താ? അപ്പം പറയുന്നത്, നീ കഴുതയെ അന്വേഷിക്കുക. ഇവൻ ആരെ അനുസരിച്ചാണ് പോകുന്നത്? പിതാവിനെ അനുസരിച്ച് ഇവൻ കഴുതയെ അന്വേഷിച്ച് സാമുവേലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഇവൻ കഴുതയെ അന്വേഷിച്ച് പുറപ്പെടുന്ന സമയത്ത് തന്നെ ദൈവം പറഞ്ഞു എന്താ? അപ്പനെ അനുസരിച്ചൊരു മകൻ നിന്നെ കാണാൻ വരും, അവനെ നീ എന്ത് ചെയ്യണം? ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ ആ സമയത്ത് സാവൂൾ വരുന്നു. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. 10:1. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. കർത്താവ് നിന്നെ ജനത്തിൻ്റെ ഭരണാധികാരിയായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വലിയ കൃപ അവന് ലഭിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? മാതാപിതാക്കളെ അനുസരിച്ച്. അനുസരണം ഒരിക്കലും അടിമത്തമല്ല. വാസ്തവത്തിൽ ഈ അനുസരണമാണ് അവന് സാമുവേലിൻ്റെ അടുത്ത് എത്താനും ദൈവം പ്രസാദിച്ച് രാജാവായി തീരാനും സാധിച്ചത്. അവൻ അന്ന് അനുസരിക്കാതെ ഞാൻ പോകാം, ആലോചിക്കട്ടെ,
അല്ലെങ്കിൽ അവൻ അന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വൈകിയ പുറപ്പെട്ടതെങ്കിൽ അവനൊരിക്കലും ഈ അനുഗ്രഹത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ അനുസരണത്തിൻ്റെ പുറകിലും അനുഗ്രഹം ഉറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സാത്താനെ നശിപ്പിക്കുവാനായിട്ട് സാധിച്ചു. കാരണം അനുസരണക്കേട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സാത്താനാണ്. അവനെ പൂർണ്ണമായിട്ടും അനുസരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ട് യേശു നശിപ്പിക്കാനായിട്ട് യേശുവിന് സാധിക്കുന്നു. സന്തോഷേട്ടാ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൗമാരപ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ, മാതാപിതാക്കൾ പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് സന്തോഷേട്ടൻ എന്താണ് പ്രത്യേകമായൊരു ഉപദേശമായി നൽകാൻ പറ്റുന്നത്? മാതാപിതാക്കളെ ഈ സമയത്ത് അനുസരിക്കാൻ പറ്റാതെ അത് മനഃശാസ്ത്രപരമായിട്ടൊരു വശമുണ്ട്. പക്ഷേ ഒരു കുട്ടി ഈശോയോട് കൂടിയാണെങ്കിൽ അവനെന്ത് ചെയ്യുന്നു? അനുസരിക്കാൻ പറ്റും. ഈശോയോട് കൂടി അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നു? മാതാപിതാക്കൾ അവർ പഴഞ്ചനാണ്, അവർ കഴിവില്ല, അവർക്ക് നമ്മളെ ഉപദേശിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ കൂടെ പോകുന്നത്. ശരിക്കും ഒരു കുട്ടിയുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പനോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള കൂട്ടുകാരുടെ ബന്ധമാണ്. അത് ആ കുട്ടിയെ ശാശ്വതമായ നന്മയിലേക്ക് നയിക്കുന്നു. ഇപ്പം എൻ്റെ ഒരു കേസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, എനിക്കൊരു 13-14 വയസ്സ് പ്രായമായിരുന്നു. ഇപ്പം ടീനേജിലേക്ക് ജസ്റ്റ് കയറിയിരുന്ന സമയത്ത് ഇപ്പം അമ്മയും ചാച്ചനും പറയുന്ന ഒരു ചെറിയ കാര്യത്തെ പോലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതപ്പം അവരോട് ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, അവർ പറയുന്നത് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരു വിചാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം അമ്മ ചായയിൽ അത്രമാത്രം പഞ്ചസാര ഇടണ്ട എന്ന് പറയുന്നത് വരെ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്, ബാക്കി എല്ലാവരോടുമാണ് അമ്മയ്ക്ക് താല്പര്യം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് അനുസരിക്കാതിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സങ്കീർത്തകൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നീ ഭൂമിയിൽ ദീർഘകാലം നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. എനിക്ക് എപ്പോൾ എൻ്റെ ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു, അപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളെ മനസ്സിലാക്കി. അപ്പോൾ അന്ന് അമ്മ എന്നോട് ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതിൻ്റെ എന്തിൻ്റെ ബേസിസിലാണ് അമ്മ അത് എന്നോട് പറഞ്ഞത് എന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു, അന്ന് ഞാൻ അമ്മയോട് ധിക്കാരം പറഞ്ഞു, അമ്മയെ വിഷമിപ്പിച്ചു, ഇതിനൊക്കെ വിഷമം തോന്നുന്നു. അപ്പം ഇന്നത്തെ ഒരു തലമുറയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഇതുവരെ ഈശോയെ കണ്ടുമുട്ടിയിട്ടില്ല. അവരുടെ ജീവിതത്തിൽ വചനത്തിലൂടെയും കുർബാനയിലൂടെയൊക്കെ ഈശോയെ കണ്ടുമുട്ടുന്നതിന് പകരം അവർ മറ്റു പലതിനെയാണ് കണ്ടുമുട്ടുന്നത്. അവരെന്ന് ഈശോയെ കണ്ടുമുട്ടുന്നോ അന്ന് അവർക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ സാധിക്കും. മോളെ സംബന്ധിച്ചോളം ദൈവം മോളുടെ ടീനേജിൽ വന്നു, സാധാരണ കുട്ടിയെപ്പോലെ നീ പെരുമാറാൻ തുടങ്ങി. പക്ഷെ നിനക്ക് ദൈവത്തിൻ്റെ സ്പർശനം കിട്ടിയപ്പോൾ നീ അതിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞു. ആക്ച്വലി മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു മമ്മിയും പപ്പായും മക്കളെ ഒരിക്കലും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ അധ്വാനിക്കുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടി. ഇപ്പം നിങ്ങൾ ഏത് കൊച്ചിനെ എടുത്തോ, അവർ ഉറങ്ങാതിരിക്കുന്നതും ഓവർ ടൈം ചെയ്യുന്നതും എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പം അവർക്ക് രണ്ടുപേർക്ക് മാത്രം ജീവിക്കാനാണ്, ഇതിന് മാത്രം ഏൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. മക്കളുടെ മക്കൾക്ക് വേഗം അവർ സമ്പാദിക്കുക, എല്ലാത്തിനും ലക്ഷ്യം മക്കളാണ്. പക്ഷെ മക്കളിത് തിരിച്ചറിയുന്നില്ല. അവിടെയാണ് മോള് പറഞ്ഞത്, മോൾക്കൊരു ഗോഡ് എക്സ്പീരിയൻസ്, ഈശോ അനുഭവം ഉണ്ടായപ്പോൾ അതുവഴി അവൾക്ക് എന്ത് ചെയ്യുന്നു? അപ്പനെ അമ്മയെ തിരിച്ചറിയാൻ പറ്റി. ഈ തിരിച്ചറിവ് എന്ത് ചെയ്യുന്നു? അപ്പനിലേക്കും അമ്മയിലേക്കും അടുക്കാനും ഇപ്പം മോൾ പറഞ്ഞ പോലെ അനുദപിക്കാനും സാധിച്ചു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ ധ്യാനം, ക്രിസ്ത്യൻ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ഏറ്റവും അധികം ഹീലിംഗ് നടക്കുന്ന വാസ്തവത്തിൽ കുടുംബത്തിലാണ്. കാരണം ഞങ്ങളിപ്പോൾ നടത്തുമ്പോൾ ഈ 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരു ഭൂരിപക്ഷം പേര് അപ്പനോടും അമ്മയോടും ഫൈറ്റിങ് ഒന്നുമില്ല. കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്തതെന്നല്ല, ഇവൻ്റെ ഭാവിക്ക് ഇവൻ ചെയ്യേണ്ടതാ. പഠിക്കണം, എന്ത് ചെയ്യണം? നന്നായിട്ട് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകണം, അതിന് ആത്മാവിൻ്റെ രക്ഷ. പഠിക്കുന്നത് എന്താണ്? ഭാവിയിൽ അത്യാവശ്യം കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യണം, എന്താ ബോഡിക്ക് വേണ്ട വ്യായാമം കിട്ടാൻ. ഇതെല്ലാമാണ് അപ്പനും അമ്മയും പറയുന്നത്. പക്ഷെ ഇവൻ എടുക്കുന്ന മുഴുവൻ തെറ്റായിട്ട്. അങ്ങനെ തെറ്റായിട്ട് എടുക്കാനായിട്ട് ഇവനെ പ്രേരിപ്പിക്കുന്ന ഘടകം, ആദ്യം അനുസരണക്കേട് കാണിക്കാൻ പ്രേരിപ്പിച്ച അന്തരീക്ഷ ശക്തിയുണ്ട്, ഈവിൾ സ്പിരിറ്റാണ് വാസ്തവത്തിൽ ഇവനെ. കാരണം ഇവന് അനുസരണക്കേട് വന്നാൽ എന്ത് സംഭവിക്കും? ഇവന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം സാവൂള് അന്നേരം അനുസരിച്ച് യാത്ര പുറപ്പെടാതിരുന്നെങ്കിൽ സാവൂളിനൊരിക്കലും ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കില്ലായിരുന്നു. ഇന്ന് പല കുട്ടികൾക്കും വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ഉയർച്ച ആഗ്രഹമുണ്ട്. അത് സഫലീകരിക്കപ്പെടാതെ പോകുന്നതിന് ഒരു കാരണം ഇതാണ്, അപ്പനോടും അമ്മയോടും ഒരു കാര്യവുമില്ല. അവർ പറയുന്നത് മുഴുവൻ നല്ലതാണ്, പക്ഷേ ചെയ്യാനൊട്ടും ഇഷ്ടമില്ല. അപ്പം നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയിൽ. പ്രിയപ്പെട്ട മക്കളെ,
ഞങ്ങളെ ശ്രമിക്കുന്ന മക്കളെ, മാതാപിതാക്കളെ, നിങ്ങളെ ഉള്ളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ മമ്മിയും പപ്പായും ഒരു കാര്യം മക്കളോട് പറയുമ്പോൾ എത്ര ചെറുതായിക്കൊള്ളട്ടെ എത്ര വലുതായിക്കൊള്ളട്ടെ അതനുസരിച്ചാൽ അനുസരണത്തിൻ്റെ പുറകെ കിടക്കുന്ന അനുഗ്രഹം കണ്ടെത്താൻ സാധിക്കും. അനുസരണക്കേട് കാണിച്ചാൽ മക്കളെ, നിങ്ങളുടെ ഭാവിയിൽ സാവൂൾ ലഭിക്കേണ്ട രാജകീയമായ ഉയർച്ച അയാൾ അനുസരണത്തിലൂടെയാണ് നേടിയെടുത്തത്. അത് സ്വന്തം അപ്പനെ അനുസരിക്കുന്ന വഴി. ഇതേപോലെ മക്കൾ അനുസരിച്ചാൽ മക്കൾക്ക് ഉന്നതമായ നില കിട്ടും. മക്കൾ അനുസരണക്കേട് കാണിച്ചാൽ മക്കൾ ഒരിക്കലും ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ സാധിക്കാതെ വരാം. അതുകൊണ്ട് നമ്മുടെ അനുസരണക്കേടിനെ പ്രേരിപ്പിക്കുന്ന സാത്താനെ അനുസരണം എന്ന ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അതിൽ വിശ്വസിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട് നമുക്ക് പരാജയപ്പെടുത്താം. അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിയട്ടെ. സാവൂളിനോട് അവൻ്റെ അപ്പനാണ് പറഞ്ഞത്, നീ എൻ്റെ കരുത്തെ അന്വേഷിച്ചു പോകാൻ. ദൈവമല്ല നേരിട്ട് പറഞ്ഞത്. പക്ഷേ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അപ്പനിലൂടെ ദൈവം മകനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേപോലെ ഓരോ മാതാപിതാക്കളിലൂടെയും മക്കളെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. അത് സ്വീകരിച്ചാൽ അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കും. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാതെ പോയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് അവരെ അനുസരിക്കുന്നതിലൂടെയാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നത് എന്ന ബോധം തന്നതിനെ ഓർത്ത് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ അവർ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും അങ്ങയുടെ വചനങ്ങളാണ് അവരിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുമെന്നും ഞങ്ങൾ അങ്ങേക്ക് പ്രതിജ്ഞ ചെയ്യുന്നു. ഈശോ, ഇനി എന്നും അവർ പറയുന്നത് കേൾക്കുവാനും അങ്ങയെപ്പോലെ തന്നെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ കൂട്ടുകാരെ, ദൈവകൽപ്പനകളിൽ 4-ാമത്തേത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അതെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവത്തിൻ്റെ ഹിതമാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ദൈവം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ വളരുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രമിക്കണം. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.